ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് വീക്ക്ലി ആൻഡ് ഡെയിലി ലിക്വിഡിറ്റി. എങ്ങനെയാണ് മാർക്കറ്റിലെ വീക്കിലി, അതായത് ഒരു വീക്ക് കഴിയുമ്പോൾ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാവും, ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാവും, സെയിൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് ഏത് ലിക്വിഡിറ്റിയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീക്കിലി ഉണ്ട്, ഡെയിലി ഉണ്ട്. ഓക്കെ, അപ്പോൾ വീക്കിലി എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഡെയിലിയും നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ചാർട്ടിൽ എങ്ങനെയാണ് അത് നോക്കാം. ഓക്കെ, നമ്മൾ വീക്കിലി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ തന്നെ നോക്കാം ആക്ച്വലി. ഓക്കെ, ഇപ്പോൾ 17 ജൂലൈ 2023. അപ്പോൾ ആ ഒരു വീക്കിലെ ക്യാൻഡിലാണിത്. ആ ഒരു വീക്കിലെ, അപ്പോൾ പ്രീവിയസ് വീക്ക് എന്ന് പറയുന്നത് 10 ജൂലൈ. ആ ഒരു ക്യാൻഡിലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് ഏകദേശം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് 13, അതായത് 17 ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു റേഞ്ചിലാണ് ഈ മാർക്കറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ലിക്വിഡിറ്റീസ് വരയ്ക്കാം. ഇതും ഒരു ലിക്വിഡിറ്റി ആണ്, അതായത് ഈ ഒരു വീക്കിൻ്റെ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രീവിയസ് ക്യാൻഡിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ആവുന്നതെങ്കിൽ, മാർക്കറ്റ് ക്ലോസ് ആവുന്നതെങ്കിൽ താഴത്തെ ലിക്വിഡിറ്റി എടുക്കാനാണ് ചാൻസ് കൂടുതൽ, അതായത് സെൽ സൈഡ് ലിക്വിഡിറ്റി. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്കോ, അല്ലെങ്കിൽ അതിൻ്റെതായ ആദ്യം ഏത് ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് എടുക്കുന്നതെന്ന് ആണ്, താഴത്തെ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഏകദേശം മാർക്കറ്റ് താഴത്തെ ലിക്വിഡിറ്റി തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലിക്വിഡിറ്റി എടുക്കാം. പിന്നെ അഗെയിൻ മാർക്കറ്റ് ആ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ റേഞ്ചിന് പുറത്താണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇതാണ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ റേഞ്ച്, അതായത് ഒരു വീക്കിലി ക്യാൻഡിൽ. അപ്പോൾ മാർക്കറ്റ് എടുക്കാൻ ചാൻസസ് കൂടുതൽ താഴെയുള്ള ലിക്വിഡിറ്റി തന്നെയാണ്. കാരണം ഇത് ബെയറിഷ് ക്യാൻഡിലാണ്, 2 ബെയറിഷ് ക്യാൻഡിലാണ്. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ റേഞ്ചിന് പുറത്തായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. മാർക്കറ്റ് ആദ്യം ടാർഗറ്റ് ചെയ്യുക താഴെയുള്ള ലിക്വിഡിറ്റിയാണ്. ഓക്കെ, മാർക്കറ്റ് ആദ്യം താഴെയുള്ള ലിക്വിഡിറ്റി തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ദെൻ അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ പോലെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ ഒരു ക്യാൻഡിൽ റേഞ്ച്, അതായത് പ്രീവിയസ് ക്യാൻഡിൽ റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുക ഈ വീക്കിൻ്റെ സെൽ സൈഡ് ലിക്വിഡിറ്റി, അതായത് മുകളിലത്തെ ലിക്വിഡിറ്റി, അത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് മാർക്കറ്റ് എടുക്കാൻ ചാൻസ്. ആദ്യം മാർക്കറ്റ് എടുക്കാൻ ചാൻസ് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, യെസ്, ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് മാർക്കറ്റ് എടുത്തിട്ടുള്ളത്. ആ ഒരു വീക്കിൻ്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഓക്കെ ഉള്ളിൽ തന്നെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇനി ടാർഗറ്റ് ചെയ്യാം. ഗെയിൻ ഉള്ളിൽ ക്ലോസ് ആയതുകൊണ്ട് താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഈ ഒരു വീക്കിലും താഴെയുള്ള ലിക്വിഡിറ്റി തന്നെയാണ് ടാർഗറ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീക്കിലിയിൽ ഏത് ലിക്വിഡിറ്റിയിൽ നിന്ന് ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് പോവുക എന്ന് നമ്മൾ ലിക്വിഡിറ്റി റൺ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻഡിൽ റേഞ്ച്, അതായത് ഒരു വീക്കിലി ക്യാൻഡിലിൻ്റെ ക്ലോസിങ് നോക്കിയിട്ടാണ് മാർക്കറ്റ് ഏത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണോ ആദ്യം ടാർഗറ്റ് ചെയ്യുക, സെൽ സൈഡ് ലിക്വിഡിറ്റി ആണോ ആദ്യം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതേ സെയിം സിനാരിയോ തന്നെയാണ് നമ്മൾ ഡെയിലിയിൽ നോക്കുന്നത്. ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ലിക്വിഡിറ്റി ആണോ, ദെൻ ഡെയിലി ലിക്വിഡിറ്റി ആണോ, അല്ല ഈ താഴെയുള്ള ലിക്വിഡിറ്റി ആണോ മുകളിലുള്ള ലിക്വിഡിറ്റി ആണോ എടുക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് കൺസോൾട്ടേഷനായി. ദെൻ താഴെയുള്ള ലിക്വിഡിറ്റി തന്നെയാണ് എടുത്തിട്ടുള്ളത്, ആ ഒരു സ്ട്രോങ് ബ്രേക്ക് കൊണ്ടുള്ളതും. ദെൻ ഈ ഒരു താഴെയുള്ള ലിക്വിഡിറ്റിയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡെയിലിയും നമുക്ക് ഇങ്ങനെ അനാലിസിസ് നോക്കിയിട്ട് ട്രേഡ്സും കാര്യങ്ങളും, ഒരു ബയാസ് വീക്കിലി ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, അല്ലെങ്കിൽ വീക്കിലിയിൽ നമ്മൾ ഏത് ട്രേഡ്സ്, അല്ലെങ്കിൽ വീക്കിലിയിൽ നമ്മൾ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലിയിൽ
ഏത് ടൈമിലാണ് ആ ട്രേഡ്സും കാര്യങ്ങളും വരിക, മാർക്കറ്റ് താഴേക്കാണ് പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ സെല്ലും കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബൈയും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.